ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടി20യിൽ ഇന്ത്യക്ക് ദയനീയ തോൽവി. ആദ്യ മത്സരത്തിൽ മഴ കാരണം ഉപേക്ഷിച്ചതിനെ തുടർന്ന് ഈ മത്സരം ജയിച്ചു തുടങ്ങേണ്ടത് ഇരു ടീമുകളുടെ ആവശ്യമായിരുന്നു ട്ടാ. ഫസ്റ്റ് ബാറ്റിംഗ് ആരംഭിച്ച് ഇന്ത്യക്കായി ഓപ്പണിംഗ് ഇറങ്ങിയത് അഭിഷേക് ശർമ്മയും യുവ ഓപ്പണർ സൂര്യവംശിയും ചേർന്നിട്ടായിരുന്നു. അരങ്ങേറ്റം കുറിച്ച് സൂര്യവംശിയുടെ മാച്ച് കൂടി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ആകാംക്ഷയുള്ളൊരു മാച്ചായിരുന്നു ട്ടാ. എന്നാൽ തുടക്കം ഒട്ടും മോശമാക്കിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. രണ്ടുപേരും ചേർന്നിട്ട് 50 റൺസിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് അവിടെ പടുത്തുയർത്തിയിട്ടുണ്ടായിരുന്നു. അരങ്ങേറ്റ മത്സരത്തിൽ 14 റൺസ് എടുത്ത് സൂര്യവംശി പുറത്തായെങ്കിലും 2 പടുകൂറ്റൻ സിക്സ് അടിച്ചിട്ടാണ് കേട്ടോ പുറത്തായത്. തൻ്റെ ഇൻ്റർനാഷണൽ കരിയറിലേക്കുള്ള വരവ് കൂടിയിട്ട് അറിയിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിയത് കേട്ടോ. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷാനും ശ്രേയസ് അയ്യരുടെയും മികവിൽ ഇന്ത്യ ഫസ്റ്റ് ഇന്നിങ്സിൽ 190-ന് 7 എന്ന നിലയിൽ എത്തിച്ചു കേട്ടോ. ഭേദപ്പെട്ട സ്കോർ ആയതുകൊണ്ട് തന്നെ ബൗളർമാർ അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ഈസിയായിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു കളിയായിരുന്നു. 191 റൺസിൻ്റെ ടാർഗറ്റിനായിട്ട് ഇറങ്ങിയ ഇംഗ്ലണ്ടിന് ഫസ്റ്റ് ഓവറിൽ തന്നെ ഓപ്പണർമാരായിട്ടുള്ള ഫിൽ സാൾട്ടും ജോസ് ബട്ട്ലറും മടങ്ങിയിട്ടാണ്. അതോടുകൂടിയിട്ട് ഇന്ത്യൻ്റെ കയ്യിലായിരുന്നു കേട്ടോ കളി. എന്നാൽ ബെത്തലും ബ്രൂക്കും കൂടി ചേർന്നിട്ട് 50 റൺസിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് പടുത്തുയർക്കുകയും ബ്രൂക്ക് മടങ്ങിയതിന് ശേഷം ബെത്തലിൻ്റെ കൂടെ ചേർന്നിട്ട് ബാൻറ്റും കൂടിയിട്ട് 50 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്തതോടുകൂടിയിട്ട് തന്നെ ഇംഗ്ലണ്ടിന് ഭേദപ്പെട്ട സ്കോർ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിരുന്നാൽ തന്നെ അവസാനം 4 ഓവറിൽ 49 റൺസ് വേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ കളി എത്തി എന്നുള്ളൊരു ഘട്ടം വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ 17-ാം ഓവർ എറിയാൻ വന്ന രവി ബിഷ്ണോയ് 29 റൺസാണ് കേട്ടോ ഒരു ഓവറിൽ വിട്ടുകൊടുത്തത്. അതിലാണെങ്കിൽ 3 നോബോൾ ഉൾപ്പെടെയാണ് ആ ഒരു 29 റൺസ് വന്നത്. അതോടുകൂടിയിട്ട് തന്നെ ഇന്ത്യൻ്റെ കയ്യിൽ നിന്നും കളി പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവസാനം ഒരു ഓവർ ബാക്കി നിൽക്കുകയായിരുന്നു കേട്ടോ ഇംഗ്ലണ്ട് ടീമിൻ്റെ വിജയം. ഇംഗ്ലണ്ടിനായി ജാക്കബ് ബേത്തൽ 76 റൺസും ബ്രൂക്കും ബാൻറ്റണും 39 റൺസ് വീതം എടുത്തു കേട്ടോ. ഇന്ത്യക്കായിട്ട് നല്ല രീതിയിൽ ബോൾ ചെയ്തത് ഹർഷീപ് സിംഗ് ആണ് കേട്ടോ. 3 വിക്കറ്റ് എടുത്തെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അദ്ദേഹം റൺസ് വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അക്ഷർ പട്ടേൽ 20 റൺസ് വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് എടുക്കുകയും ചെയ്തു കേട്ടോ 4 ഓവറിൽ. രവി ബിഷ്ണോയ് 4 ഓവറിൽ 60 റൺസായിരുന്നു കേട്ടോ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇനിയുള്ള കളിയിൽ വിജയിച്ച് മുന്നേറാനായിരിക്കും കേട്ടോ ഇന്ത്യൻ ടീമിൻ്റെ ലക്ഷ്യം.